രഞ്ജിത്ത് പഠിച്ച് നല്ലൊരു ഡിഗ്രി എടുത്തതിന് ശേഷമാണ് ആക്ടിങ്ങിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ അല്ലേ, അല്ല ഞാൻ പറഞ്ഞത്, അല്ല അതും അല്ല, അത് സേഫ് ആക്കാതിന് വലിയ കാര്യമല്ലേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്തിട്ടുണ്ട്, ഇനി എന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിനൊരു ഒരു എന്നാ പറയണ്ട, ഒരു അന്തസ്സുള്ള യുദ്ധത്തിന്റെ ഒരു ഇതിന് കാണാൻ കിടക്കുന്ന പോലെ ഇനി ഒരു ഇവരുടെ എനിക്ക് ഇപ്പൊ പിന്നെ മാഡം സംസാരിച്ചതും ഞാനിപ്പോ ഒരു അമ്മയും മോനും തമ്മിലുള്ള ഇത് വെച്ച് പറയാണ്, ഇവരുടെ സന്തോഷങ്ങൾ കാര്യങ്ങളും എനിക്ക് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. കാരണം ഓരോ ദിവസവും ഇനിയും അമ്പരപ്പിക്കാന്നുള്ളതായിരിക്കണം മോന്റെ ദൗത്യം. അമ്പരക്കാൻ തയ്യാറായിക്കോ. ചേട്ടന്റെ കോളേജ് ലൈഫ് എങ്ങനെ? എനിക്ക് ഇപ്പത്തെ കോളേജ് ലൈഫിലൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു അന്ന്. സ്വന്തം കോളേജ് ലൈഫ് എങ്ങനെയായിരുന്നു? കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് റോണി പറയുന്നു. കാരണം ഞാൻ ഡോക്ടറാണ്, ഒരുപാട് കോളേജ് ലൈഫ് കിട്ടിയ ആളാണ്. എനിക്ക് 2 കൊല്ലം ഗതികേട് കൊണ്ട് കിട്ടിയുള്ളൂ. പ്രീ ഡിഗ്രിയെ വരെ പഠിച്ചുള്ളൂ. പ്രീ ഡിഗ്രി അതുണ്ടായിരുന്നതുകൊണ്ട് കോളേജ് പോകാൻ പറ്റി. ഇംഗ്ലീഷ് പോയി, ഇമ്പ്രൂവ് ചെയ്യാൻ നിന്നില്ല, മദ്രാസിന് പോയി. അതുകൊണ്ട് ഡയറക്ടറായി വിട്ടിരിക്കുന്നു. അപ്പൊ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, വളരെ നല്ലൊരു കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് 87-88 കാലഘട്ടമായിരുന്നു. രാജാവിന്റെ മകനും ചിത്രവും ന്യൂഡൽഹിയും ഒക്കെ തിയേറ്ററിൽ അടിച്ചു പൊളിച്ച് ലാലേട്ടന്റെ മമ്മൂക്കയുടെയും പുഷ്കര കാലത്തായിരുന്നു നമ്മുടെ ഏറ്റവും. ഇപ്പോഴും പുഷ്കരകാലം തന്നെ, പക്ഷെ അത് വേറൊരു രസമുള്ള കാലം. ആ സമയത്താണ് കോളേജിലെ കമ്പൈൻ ക്ലാസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റാത്ത കുറെ പ്രണയങ്ങളുണ്ടായിരുന്നു. ഇവർ ചോദിക്കാൻ പറ്റിയിട്ടില്ല. ഐ ലവ് യു എന്ന് പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. അതൊക്കെ പിൽക്കാലത്ത് നമ്മളവരെയൊക്കെ കണ്ടിട്ടുണ്ട്. ദൈവം അന്ന് പറയാനും പറ്റിയില്ല ഏതാ. പക്ഷെ എന്നാ പറയുന്നത്, 2 കൊല്ലം ഉള്ളെങ്കിൽ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു മാക്സിമം. പിന്നെ അത് തീർച്ചയായിട്ടും എനിക്ക് ആകപ്പാട് സാർമാരൊക്കെ പറയായിരുന്നു ഒന്ന് ഡിഗ്രി എടുക്കുക മര്യാദക്ക്. പക്ഷെ ഇംഗ്ലീഷ് എനിക്കറിയാം, ഇംഗ്ലീഷ് ഒരിക്കലും കിട്ടില്ല. ശ്രമിച്ചിട്ടും കാര്യമില്ല. വേറെ ചെന്നൈ വിട്ടടിച്ചു. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു കോളേജ് ലൈഫ്? ഈ പറഞ്ഞ പോലെ പ്രേമങ്ങളൊക്കെ ഉണ്ടായിരുന്നു? പ്രൗഡ്ലി എങ്ങനെയുണ്ടായിരുന്നു? ഒരു പ്രേമമാണ് വീട്ടിയിരിക്കുന്നത്. ബാക്കി കോളേജ് ലവ് സ്റ്റോറിയാണോ? കോളേജ് ലവ് സ്റ്റോറി. ഒരുപാട് പേര് വീട്ടിലിരിക്കേണ്ടതായിരുന്നു. എങ്ങനെയോ ഭാഗ്യത്തില് ഒരാളെ സമ്മതിക്കുന്നുള്ളൂ അല്ലേ? ഭരണഘടന ഒന്നേ സമ്മതിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടല്ല മറ്റേ അല്ലെങ്കിൽ എനിക്ക് അതിന് ഒരാളിപ്പോ വീട്ടിലിരിക്കുന്നത്. അല്ല, ജോൺസൺ പറഞ്ഞാല് 90s എൻഡിലാണ് ഞാനൊക്കെ പ്രീ ഡിഗ്രി. അപ്പൊ ആ ടൈമിൽ പറഞ്ഞാല് FB ഇൻസ്റ്റ ഒന്നും ഇല്ലല്ലോ. അപ്പോ ആ കൂടി ചെയ്യാൻ പറ്റുന്ന ഹംസങ്ങളാണ്. പിന്നെ നമുക്ക് ധൈര്യമുള്ളവന്മാർക്ക് പേപ്പറിൽ എഴുതി കൊണ്ടു കൊടുക്കാം. അതിന്റെ റെസ്പോൺസ് അനുസരിച്ചിരിക്കും മുമ്പോട്ടുള്ള കാര്യങ്ങള്. അല്ല, എനിക്ക് ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ട്, അങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. അല്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ. നമ്മൾ പല സമയത്ത് 99% ലോകത്തുള്ള പ്രണയത്തിൽ മുഴുവൻ ആണുങ്ങൾ അങ്ങോട്ട് അല്ലാതെ ഇങ്ങോട്ടൊക്കെ നമ്മളങ്ങനെ വിചാരിക്കും ഏതെങ്കിലും പെൺകുട്ടി കൊണ്ട് തന്നിരുന്നെങ്കിൽ